മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥനെ പൂട്ടാനായിട്ട് മഞ്ജുവും മാനസയും കൂടി ഒരു പരാതി എഴുതി സ്റ്റേഷനിൽ കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്റ്റേഷൻ ജാമ്യം പോലും കിട്ടാതെ മേഘൻ അകത്താകുന്നുണ്ട്. ഒടുവിൽ 14 ദിവസത്തെ റിമാൻഡിന് ശേഷം പുറത്തിറങ്ങുന്ന മേഘൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മഞ്ജു ഇനി ഒരിക്കലും തൻ്റെ ഭാര്യയായിട്ട് കൂടെ ജീവിക്കാൻ വരില്ല. മാത്രമല്ല സാഗറിനെ തൊടാനും തനിക്ക് പറ്റില്ല. മാർക്കോയ്ക്കൊപ്പമാണ് സാഗർ ഇപ്പോൾ നിൽക്കുന്നത് കൊണ്ട് മാർക്കോയെ മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ജീവന് പോലും അത് ആപത്താകും. അച്ഛനും ഇപ്പം ജോലിയും വരുമാനവും ഇല്ല, തനിക്കും ഇല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് തിരിച്ചറിയുന്ന സമയത്താണ് സ്വാതിയുടെ കല്യാണം ഉടനെ നടത്തണമെന്നുള്ള വാശി സീമന്തിനിയുമായി കടിപ്പിക്കുന്നത്. അതും പ്രകാരം വാമദേവനും സീമന്തിനിയും കൂടി ഒരു നല്ലൊരു പയ്യനെ കണ്ടുപിടിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചുറ്റുപാടുള്ള പയ്യനായതുകൊണ്ട് തന്നെ നല്ല സ്ത്രീധനം കൊടുക്കാമെന്ന് ഇവർ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു. കണ്ണനെ പ്രതീക്ഷിച്ചാണ് അങ്ങനെ വാക്ക് കൊടുക്കുന്നത്. മകൾക്ക് നല്ലൊരു ആലോചന വന്ന് അതുകൊണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസ തന്ന് സഹായിക്കണമെന്ന് വാമദേവൻ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം സാമ്പത്തിക കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല, എല്ലാം മഹാലക്ഷ്മിയാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മഹാലക്ഷ്മിയോട് ചോദിച്ച് വാങ്ങിക്കാൻ പറയുമ്പോൾ സീമന്തിനി അമ്മായി പറയുന്നു, ഇന്നലെ വന്നവളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നീ പറഞ്ഞ അവൾ കേൾക്കില്ലേ, നീ പറഞ്ഞ് മേടിച്ച് തന്നാൽ മതിയെന്ന് സീമന്തിനി പറയുമ്പോൾ അച്ഛൻ്റെയും മോൻ്റെയും സ്വഭാവം നേരെയാവാതെ ഒരു ചില്ലിക്കാശ് തരാൻ എനിക്ക് പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ സീമന്തിനിക്ക് കലി ഇളകുന്നുണ്ട്. നീ അല്ലേലും ഞങ്ങളോട് ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ അവളുടെ വാക്കിനപ്പുറം ഒന്നും ചെയ്യത്തില്ലല്ലോ. പഴയ കാര്യങ്ങളൊന്നും അങ്ങനെ മറക്കണ്ട. ഇന്നലെ കയറി വന്നതേ ഉള്ളൂ അവൾ. ഇത്രയും വർഷം ഞങ്ങളൊക്കെ ഉള്ളായിരുന്നു നിനക്ക് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, സീമന്തിനി നീ അലയ്ക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാനായിട്ട് കുറച്ച് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പൈസ കൊണ്ട് നമുക്ക് അവൾക്ക് വേണ്ടിയിട്ടുള്ള സ്വർണം എടുക്കാം. ബാക്കി എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ മേഘം നോക്കിക്കോളും എന്നൊക്കെ പറഞ്ഞ് അവരങ്ങ് ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് ദുർഗയ്ക്ക് കലി ഇളകുന്നുണ്ട്. ദുർഗ പറയുന്നു, നീ എന്തിനാണ് അമ്മാവനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ പോലും യാതൊരു കുറവും കൂടാതെ ഓഫീസിലെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിയത് അമ്മാവൻ. ആ കാര്യം മറക്കണ്ട. നോക്കിയതിൻ്റെ പിന്നിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം ഇപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് എനിക്കറിയില്ലായിരുന്നു, ഇപ്പോഴാ എല്ലാം മനസ്സിലാക്കി വരുന്നേ എന്നൊരർത്ഥം വെച്ച് പറഞ്ഞിട്ട് കണ്ണൻ അങ്ങ് പോകുന്നു. പുറമേ ഇങ്ങനെയൊക്കെ പറഞ്ഞു എങ്കിലും സ്വാതിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കണ്ണനും മഹാലക്ഷ്മി എന്താ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ മാറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സ്വർണ്ണമായിട്ടും ക്യാഷായിട്ടും. അതൊന്നും വാമദേവനോ സീമന്തിനിയോ ദുർഗയോ കരുണയോ ഉണ്ണിയോ ആരും അറിയുന്നില്ല. കമലേശ്വരത്ത് സഹായം ചോദിക്കാൻ പോയ വാമനെയും സീമന്തിനിയെ നോക്കി സ്വാതിയും മേഘനും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ വന്നു കയറിയതും എന്താ വെച്ചാ അവർ വല്ലതും സഹായിക്കാമെന്ന് പറഞ്ഞോ? എവിടുന്ന്? ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ, ആ മഹാറാണിയുടെ കാല് പിടിച്ചാൽ മാത്രമേ വല്ല സഹായം തരൂ, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനും മോനും നന്നാവണമെന്ന് ഞാൻ എൻ്റെ വായി തൊന്ന് എന്തൊക്കെയോ പറഞ്ഞ്. അതിനുശേഷം അവൻ ഇച്ചിരി കലിപ്പിച്ചാണ് എന്നോട് സംസാരിച്ചത്. അതെല്ലാം കേട്ടിട്ട് സ്വാതി പറയുന്നു, അച്ഛനും അമ്മയും അങ്ങോട്ട് പോയപ്പോഴേ എനിക്ക് തോന്നി അവരൊരു സഹായവും ചെയ്യത്തില്ലെന്ന്. അല്ലെങ്കിലും മഞ്ജു ഈ വീട് വിട്ടിറങ്ങിപ്പോയപ്പം ഇനി ഈ വീട്ടിലേക്ക് പ്രത്യേകിച്ച് സഹായമൊന്നും ചെയ്യേണ്ട കാര്യം അവർക്കില്ലല്ലോ. നമ്മൾ വെറും അന്യരായി മാറിയില്ലേ. അന്നേരം വാമദേവൻ പറയുന്നുണ്ട്, മോളെ നീ വിഷമിക്കേണ്ട, നിൻ്റെ വിവാഹത്തിന് തരാൻ ഞാൻ കുറച്ച് പൈസയും സ്വർണ്ണമൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ണൻ്റെ കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റിയ പൈസ തന്നെയാണ്. നിൻ്റെ വിവാഹം മംഗളമായിട്ട് തന്നെ ഞാൻ നടത്തിയേക്കും എന്നൊക്കെ പറയുമ്പോൾ സ്വാതിക്ക് സമാധാനമാകുന്നുണ്ട്. അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് സ്വർണവും പണവും എല്ലാം റെഡിയാക്കി വെക്കുന്ന അതേ സമയത്ത് മേഘൻ്റെ മനസ്സിൽ മറ്റൊരു കുരുട്ടുബുദ്ധി തോന്നുന്നുണ്ട്. ഇനി ഈ നാട്ടിൽ ജീവിച്ചിട്ടൊരു കാര്യവുമില്ല. മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ കണ്ണൻ്റെ ജീവിതത്തിൽ ഉള്ളിടത്തോളം കാലം അവനെ ചുറ്റിപ്പറ്റി നിന്നിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ സ്വത്തുക്കൾ മുഴുവനും മഹാലക്ഷ്മിയുടെ പേരിലും എഴുതി കൊടുത്തു. മഞ്ജു ഇനി ഒരിക്കലും തൻ്റെ ഭാര്യയായിട്ട് കൂടെ ജീവിക്കാത്തിടത്തോളം കാലം സ്വത്തുക്കളൊന്നും കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അതുകൊണ്ടൊക്കെ തന്നെ സ്വാതിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന സ്വർണവും പണവും എടുത്ത് ഒളിച്ചോടി പോയാൽ എന്താ? അങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം കരുണ തോന്നി മഹാലക്ഷ്മിയും കണ്ണനും തന്നെ എന്തെങ്കിലും ദാനം കൊടുത്ത് അവളുടെ കല്യാണം കറക്റ്റ് മുഹൂർത്തത്തിൽ തന്നെ നടത്തി വെക്കും. എന്നാൽ എനിക്ക് മാത്രം ഒന്നും കിട്ടത്തില്ല. ഇത്രയും കാലം ശരീരം അനങ്ങി ജോലി ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ ശരീരം അനങ്ങി ജോലി ചെയ്യുന്നതിനോട് താല്പര്യമില്ല. തൽക്കാലം ഈ സ്വർണവും പണവും വെച്ച് എന്തെങ്കിലും ഒരു ബിസിനസ് തട്ടിക്കൂട്ടാം, പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങുമ്പം നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്നു. അങ്ങനെ വിവാഹ തീയതി അടുത്ത ആ സമയത്ത് തന്നെ മേഘൻ സ്വാതിക്ക് വേണ്ടിയിട്ട് കരുതി വെച്ച സ്വർണവും പണവും എടുത്ത് ഒളിച്ചോടി പോകുന്നു, ആരോടും പറയാതെ. അച്ഛനെയും അമ്മയും സഹോദരിയും ചതിച്ചിട്ടാണ് മേഘൻ ഒളിച്ചോടി പോയിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ അറിഞ്ഞ് സീമന്തിനിയും വാമദേവനും നെഞ്ചുപൊട്ടി ഉരുകുന്നു. തൻ്റെ മകളുടെ വിവാഹം എങ്ങനെ നടത്തും?
കണ്ണനെ മഹാലക്ഷ്മിയും പലതവണ ഉപദ്രവിക്കാൻ നടന്നിട്ടുണ്ടെങ്കിലും സ്വാതി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എന്നിട്ട് അവളുടെ ജീവിതം തന്നെ ഇവൻ തകർത്തല്ലോ എന്നാലോചിച്ച് വിഷമിക്കുന്ന സമയത്ത് സ്വാതിക്കും വിഷമം താങ്ങാനാകുന്നില്ല. ഒടുവിൽ ആ വരൻ്റെ വീട്ടുകാരറിയുന്നു സ്വർണവും പണമായിട്ട് ആങ്ങളച്ചെറുക്കൻ ഒളിച്ചോടി പോയെന്ന്. അതുകൊണ്ട് തന്നെ അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട്, ഇത്രയും കൊള്ളരാത്ത വീട്ടിലേക്ക് തൻ്റെ മകനെ ഒരു സംബന്ധം വേണ്ട. കാരണം വിവാഹത്തിന് മുമ്പ് തന്നെ പലരും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് അവിഹിത ബന്ധമുള്ളതാണ് സ്വാതിയുടെ ചേട്ടന്. മേഘൻ്റെ വഴിവിട്ട ജീവിതത്തിൽ വിവാഹത്തിന് മുമ്പ് തന്നെ അവനൊരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുമുണ്ട്. അതറിഞ്ഞാണ് അവൻ്റെ ആദ്യ ഭാര്യ കളഞ്ഞിട്ട് പോയത്. ഇപ്പം നോക്ക്, സ്വന്തം സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് സ്വരുക്കൂട്ടി വെച്ചിരുന്ന ആഭരണങ്ങളും പണവുമായിട്ട് ഒളിച്ചോടിപ്പോയി. അങ്ങനെയൊക്കെ ഉള്ളൊരു വീട്ടിൽ നിന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അവളുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കുമെന്ന് അവർക്ക് പേടി തോന്നുന്നു. അതിനെ തുടർന്ന് ഈ വിവാഹബന്ധം വേണ്ടെന്ന് അവർ പറയുമ്പോൾ ചങ്ക് പൊട്ടുന്നുണ്ട് വാമദേവൻ്റെയും സീമന്തിനിയുടെയും. അതോടെ വാമദേവൻ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, കണ്ണനോടും അവൻ്റെ അച്ഛനോടും ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണ് തങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ എല്ലാ തെറ്റുകൾക്കും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാലിൽ വീണ് മാപ്പ് ചോദിക്കുന്നുണ്ട് വാമദേവനും സീമന്തിനിയും. മഞ്ജുവിൻ്റെ സ്വഭാവം എങ്ങനെയാണോ മാറിയത് അതുപോലെ തന്നെ ഇവരുടെ സ്വഭാവത്തിലും മാറ്റമുണ്ടെന്ന് മനസ്സിലാക്കിയ കണ്ണനും മഹാലക്ഷ്മിയും അവർ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കുകയും സ്വാതിക്ക് വേണ്ടിയിട്ട് മാർക്കോയെ വിവാഹം ആലോചിച്ചാൽ എന്താണെന്ന് തോന്നിക്കുന്നു. കാരണം സ്വത്തിനോടും പണത്തിനോടും യാതൊരു ആർത്തിയില്ലാത്ത ഒരാളാണ് മാർക്കോ. എല്ലാ ചുറ്റുപാടുകളും അറിയാവുന്ന ഒരു പയ്യനായതുകൊണ്ട് നാളെ ഒരു സമയത്ത് സ്വാതിയെ അതിൻ്റെ പേരിൽ വേദനിപ്പിക്കില്ല. അതൊക്കെ വിചാരിച്ചാണ് മാർക്കോയെ വിവാഹം കഴിപ്പിച്ചാലോ എന്ന് ചിന്തിക്കുന്നത്. മാർക്കോ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല.